ഹായ് ഓൾ, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യേണ്ടത് എന്നെല്ലാമുള്ള കാര്യങ്ങൾ, ഒരു ടോപ്പറിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡെവലപ്പ് എ ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് ആണ്. നമ്മളൊരു ടോപ്പറായിട്ട് തന്നെ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? വി ഹാവ് ടു തിങ്ക് ആസ് എ കാൻഡിഡേറ്റ്. നമ്മളൊരു കാൻഡിഡേറ്റ് ആയിട്ട് തിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തിങ്ക് ആസ് എ മെൻറ്റർ, നമ്മൾ തന്നെ ഒരു മെൻറ്റർ ആവുക. അതുപോലെ തിങ്ക് ആസ് എ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം നമ്മളെപ്പോലെ ഒരാളായിരിക്കും തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറും സെറ്റ് ചെയ്യുക. സോ നിങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഏതൊക്കെ ഏരിയാസിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കും? ഇപ്പോൾ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധിക്കുക, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചെടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ വി ഹാവ് ടു തിങ്ക് ആസ് എ കാൻഡിഡേറ്റ്, വി ഹാവ് ടു തിങ്ക് ആസ് എ മെൻറ്റർ ആൻഡ് വി ഹാവ് ടു തിങ്ക് ആസ് എ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ഓൾസോ. അതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ ആക്ഷൻ പ്ലാൻ ആണ്. ആക്ഷൻ പ്ലാനിനെ നമുക്ക് 3 ഫേസ് ആയിട്ട് തരംതിരിക്കാം. ഫേസ് 1 എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനിങ് ഫേസ് ആണ്. ഈ ഒരു ഫേസിനായിട്ട് നമുക്കൊരു 5 ദിവസം കൊടുക്കാം, പ്ലാനിങ് ഫേസിനായിട്ട് പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഫേസിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഗോ ത്രൂ ദ സിലബസ്. നമ്മൾ സിലബസ് നല്ലവണ്ണം റെഫർ ചെയ്യുക. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇനി ആ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെയും ഒന്ന് കണ്ടുപിടിക്കുക. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, അതിന് ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇത് വളരെയധികം ഉപകാരപ്പെടും. ദെൻ അനലൈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് and decide the mode of preparation as per your level of knowledge. ഇനി നിങ്ങളുടെ ഇതെല്ലാം നോക്കുമ്പോൾ, അതായത് സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ ചില ടോപ്പിക്സ് നിങ്ങൾക്ക് വളരെയധികം ഐഡിയ ഉള്ള ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. ഇനി ചില ടോപ്പിക്സ് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് കൂടുതൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ആവശ്യമായിട്ട് വരും. അപ്പോൾ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റെഫർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ പറ്റിയും വീക്ക്നെസ്സിനെ പറ്റിയും നല്ലൊരു ധാരണ നിങ്ങൾക്കുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം നിങ്ങൾ തന്നെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി കളക്ട് ദ പ്രൈമറി സോഴ്സ് ഓഫ് പ്രിപ്പറേഷൻ. അതിനുശേഷം നമുക്ക് ഈ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഈ സിലബസ് ഏതൊക്കെ റെഫറൻസ് ഉപയോഗിച്ചാലാണ് കവർ ചെയ്യാനായിട്ട് പറ്റുക, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് കോച്ചിങ്ങിനായിട്ട് ചേരേണ്ടത് തുടങ്ങി എല്ലാ സോഴ്സ് ഓഫ് നിങ്ങൾക്ക് റിസോഴ്സസും നിങ്ങൾ കളക്ട് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൽ നിങ്ങളുടെ റെഫറൻസ് ബുക്കുകളും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ മറ്റ് ടോപ്പിക് വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വയ്ക്കുക എന്നുള്ള എല്ലാ റിസോഴ്സ് കളക്ഷനും ഈ ഒരു ഫേസിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതോടൊപ്പം പ്രിപ്പയർ ആൻഡ് എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ ആൻഡ് ഷെഡ്യൂൾ ടൈം ഫോർ പ്രാക്ടീസിങ് ടോപ്പിക് വൈസ് MCQs. ഈ സിലബസ് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കുറച്ച് പ്രിപ്പറേഷൻ മാത്രം ആവശ്യമുള്ള ടോപ്പിക്സ് അതിലുണ്ടാവും. അപ്പോൾ അതിന് ഒരുപാട് കൂടുതൽ സമയം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. ആ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സിലബസ് കവർ ചെയ്യാനായിട്ടുള്ള മാത്രം ടൈം കൊടുക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സിലബസ് കവർ ചെയ്താലും എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പഠിക്കാൻ പറ്റി അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരാം. അങ്ങനെയാണെങ്കിൽ പോലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ടൈം ബൗണ്ടഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എത്രയും പെട്ടെന്ന് ഏറ്റവും ഷോർട്ട് ട്രിക്കിലൂടെ ആൻസർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാതെ മറ്റ് വഴികളില്ല. സോ അതിനനുസരിച്ചുള്ള ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വയ്ക്കുക. ഓരോ ടോപ്പിക്ക് കഴിയും തോറും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം നമ്മൾ ഫേസ് 2ലേക്ക് കടക്കുകയാണ്. ഫേസ് 2 ആണ് ആക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിനുള്ള സമയം. നമുക്ക് 50 ദിവസം ഈ ഒരു ഫേസിനായിട്ട് അലോക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ ടു അറ്റെയിൻ കൺസെപ്ച്വൽ ക്ലാരിറ്റി. നിങ്ങൾ കോൺസെപ്റ്റ് ക്ലാരിറ്റി അറ്റെയിൻ ചെയ്യാനായിട്ട്, അതായത് സിലബസ് കവർ ചെയ്യാനും അതുപോലെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അതെങ്ങനെയൊക്കെ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും തുടങ്ങി എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട്, അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് നിങ്ങൾ ഈ ഫേസാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. ടോപ്പിക് വൈസ് പ്രാക്ടീസസ്, സ്മാർട്ട് നോട്ട് മേക്കിംഗ് ആൻഡ് മൈൻഡ് മാപ്പിംഗ്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനുള്ള ടൈമെല്ലാം നമ്മൾ പ്രിപ്പറേഷൻ ഫേസിൽ തന്നെ അതെല്ലാം
എല്ലാം അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അതിന് അനുസരിച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, നോട്ട്സ് മേക്ക് ചെയ്യുക, അതുപോലെ മൈൻഡ് മാപ്പിംഗ് ചെയ്യുക. ശേഷം റിവിഷൻ ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. അതിനുശേഷം റിവിഷൻ ചെയ്യാനുള്ള സമയവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള സമയമാണ്. അങ്ങനെ 50 ദിവസം കൊണ്ട് സിലബസിനെ പറ്റി നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കും. അത് കഴിഞ്ഞാൽ തുടർന്നുള്ള 20 ദിവസം നിങ്ങളുടെ ഫേസ് 3 ആയിട്ടുള്ള ഫിനിഷിംഗ് ഫേസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസ് ആണ്, നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഫേസ് കൂടിയാണിത്. കാരണം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് എഫക്റ്റീവ് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, ഒരു നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മോക്ക് ടെസ്റ്റ് സീരീസിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ടൈം ബൗണ്ട്, അതായത് സമയം അനുസരിച്ച് തന്നെ ആ ഒരു കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ 20 മോഡൽ എക്സാംസ് എങ്കിലും നിങ്ങൾക്ക് 20 ദിവസമുണ്ട്. അപ്പോൾ ഒരു 15 മുതൽ 20 മോഡൽ എക്സാംസ് വരെയെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം. ഓരോ മോഡൽ എക്സാം കഴിയും തോറും 2 ഗുണങ്ങളാണുള്ളത്. ഒന്നാമത്തത്, നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ഏരിയാസ്, ആ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഒന്നാമത്തെ ഒരു മെയിൻമ എന്ന് പറയുന്നത്. സോ അവിടെ നിങ്ങൾക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു കാര്യം, ഓരോ എക്സാം കഴിയും തോറും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആ ഒരു ടൈം, ആ ഒരു സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എത്രയധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും സ്പീഡിലും അത്രയും ഷാർപ്പായിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് വളരെ വലിയൊരു മേന്മയാണ് അതിൻ്റെ. Do overall review of subject and identify the missing areas and complete it. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഏതൊക്കെ ഏരിയാസ് ആണ് നിങ്ങൾക്ക് മിസ്സായിട്ടുള്ളത് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുക. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്യുക എന്നല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. സോ അത് ചെയ്യുക. ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ആൻഡ് ഹാവ് എ ക്വിക്ക് റിവിഷൻ ആൻഡ് മൈൻഡ് മാപ്പ്. ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ആ ഒരു സമയത്തിൽ നിങ്ങളുടെ മിസ്റ്റേക്സിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. അതിനുശേഷം മൈൻഡ് മാപ്പിംഗ് ചെയ്തും എങ്ങനെയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ ആ ഒരു സ്ട്രാറ്റജി എല്ലാം ഇനി നിങ്ങൾ തന്നെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്താലാണ് നിങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ആ ഒരു ലെവലിൽ നിന്നും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുക. അതെല്ലാം നിങ്ങൾ ചെയ്ത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ടോപ്പേഴ്സ് മൈൻഡ് സെറ്റും അതിനനുസരിച്ചുള്ള ഒരു ഐഡിയൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം നമ്മൾ തയ്യാറെടുക്കുമ്പോഴും സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയൊരു ചലഞ്ചായിട്ട് വരുന്നത് നമ്മുടെ റെഫറൻസ് ബുക്കുകൾ കളക്ട് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ ഓരോ ടോപ്പിക്സിനനുസരിച്ചുള്ള റെഫറൻസ് ബുക്ക് കളക്ട് ചെയ്യുമ്പോഴും നമ്മുടെ സിലബസിൽ നിന്നും വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ അതിൽ ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കുക. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പല എക്സാമിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലബ് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ടോപ്പിക്സ് എക്സ്ക്ലൂഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഓരോ ടോപ്പിക്സ് കവർ ചെയ്യുമ്പോഴും ആ ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ അവൈലബിലിറ്റി കുറവായിരിക്കും. സോ അതെല്ലാം അത്രയും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ്. ആ ഒരു സമയത്തെ ലഘൂകരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഏതെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ടെക് PSC അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എക്സാമിൻ്റെ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. സോ ഈ ഒരു സെഷൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് 250 അവേഴ്സിലധികം ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. 5000-ഓളം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കും വിത്ത് എക്സ്പ്ലനേഷനോട് കൂടി തന്നെ അത് ലഭിക്കും. മാത്രമല്ല ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങളുണ്ടാവും. എക്സാം തീയതി വരെയും അത് നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. മാത്രമല്ല 20ഓളം ടൈം മാനേജ്മെൻറ്റോട് കൂടിയ PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും. ഫീഡ്ബാക്കോട് കൂടി തന്നെ ഈ എക്സാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും പ്രത്യേകതകളടങ്ങിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫർ വഴി ഇപ്പോൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും 2499 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസകൾ.